गिरिनन्दिनि नन्दितमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्द्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते। नमस्ते नाथभगवं शिवाय गुरुर्विने विद्यावतारसंसिद्धे स्वीकृतानेक विग्रहः अपायमरूपाय परमार्थस्वरूपिणे सर्वज्ञानतमोभेदभानवे चित्खनाय स्वतन्त्राय दयाकृतविग्रहाय शिवात्मने परतन्त्राय भक्तानां भव्यानां भव्यरूपिणे विवेकिनां विवेकाय विमर्शाय विमर्शिनां प्रकाशानां प्रकाशाय ज्ञानिनां ज्ञानरूपिणे पुरस्काराश्रयो दृष्टे नमः कुर्यादुपर्यतः सदा चित्तरूपेण विधेहि भवदासनम् मुक्ताविक्रमहेमनीलदलच्छाये मुखिस्त्रीक्षणैर्युक्तामिन्दु निबद्धरत्नमगुणां तत्त्वार्थवर्णात्मिकां गायत्री वरदाभ्याङ्कुशकशुद्धं कपालं गुणं शङ्खं चक्रमधारं कैवलं भस्ये वहन्तीं भजे आरूढोवारणीन्द्रं दशशततनयश्यामलकोमलाङ्ग वर्गीरप्रतापि प्रतिभरणप्रोज्ज्वलचक्रवान् प्रभुदिव्यायुराढ्ये मणिगणगचुरैः मन्त्रीसनाथो दिग्वा पुष्णामि सस्स परिहृतदुरितः महदुविश्वं महिमन्त ओङ्कार उच्चन्त चन्दांशसदृशप्रभं वासुदेवाभिमं ब्रह्म विश्वगृहम् उवास्महे। ॐ नमो नमः श्री गुरुपादुकाभ्याम् ॐ शतधानमुद्गाक्षीभ्यः विवत्सितं विलयं वक्त्वानाः मेलिं माक्तन्दं पित्रोरुमस्थे तं त्रोदसीः विवरं सत्यवादम् ॐ गुरुभ्यो अरुणकिरणजाले अंजिकाशाभकाशा विधृतजपटीका पुस्तकानावेदहस्ता इतरवरकटाढ्या फुल्लदल्हारसंस्था निवसतु हृदि बाला नित्यकल्याणशीला पररात्रियुरङ्गाय परराकिच्छनच्चुमां परिपालिच्छनं परवत्तं करयुन्नेरमेव करवादिलुत्तु मुदयुक्तियुरन्मे രോഗങ്ങൾ മാറും സുഖമായി കഴിഞ്ഞാൽ മോഹങ്ങളോരോന്നും മനസ്സിലേറെ അമ്മേ നിൻ പാദങ്ങൾ മറക്കുമെങ്കിൽ ആരോഗ്യമേ ഇറങ്ങുന്നവൻ
രാധികാ ജീവസ്മരണം ജയ ജയ രാധേശ്യാം ഗോപികാ ജീവസ്മരണം ജയ ജയ രാധേശ്യാം. ശ്രീമദേവി ഭാഗവതത്തിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയാവുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ വിഷയം ത്രൈലോക്യ വർണ്ണന, ഭൂഗോള പരിചയം, യോഗശാസ്ത്ര ദൃഷ്ടിയിൽ എന്തിനു എന്നാണ് നമ്മുടെ പത്രികയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വിപരീതമായി സാധാരണ പത്രങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ചുള്ള വിശകലന പത്രത്തിലെ ഒരു ക്രൈറ്റീരിയയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സമയത്തിന്റെ ദൗർലഭ്യം തന്നെ കാരണം. ഏതായാലും ഇന്ന് അതിലൊരു അനുയോജ്യമായ അവസരം വന്നു ചേർന്നപ്പോൾ അത് മനനം ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ച സമയത്ത് ആ അനുവർത്തിത്വം ദേവിയുടെ ഇച്ഛയാണ് എന്ന ബോധത്തിൽ നിന്ന് മറ്റൊന്നും ചിന്തിക്കാതെ വിഷയാധിഷ്ഠിതമായി നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമേ പറയാനുള്ളത്, ഈ സമീക്ഷയ്ക്ക് 2 സെഷനാണുള്ളത്. ആദ്യം നമ്മൾ ക്ഷേത്രം എന്താണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഇതിന് ആദ്യത്തെ സെഷൻ പകുതിയാകുമ്പോൾ പോയാൽ ഇതൊന്ന് പ്രത്യേകിച്ച് പ്രയോജനങ്ങളുണ്ട്. പകുതിക്ക് ശേഷം കേട്ടാലും പ്രത്യേകിച്ച് പ്രയോജനമില്ല. എഴുത്താൻ എന്ന് പറഞ്ഞുള്ളൂ. വിഷയത്തിൽ ഒരു ദൃഢത വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കണം. അതുകൊണ്ട് ആദ്യമേ പറയാണ്, ഇന്ന് വാച്ച് നോക്കാതെ ഇരുന്ന് കേട്ടാൽ നന്നാവും. അതുകൊണ്ട് ആമുഖത്തിന് അതിന് സമയമില്ല. വളരെ വേഗത്തിൽ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. വിഷയം പ്രസക്തമാണ്, സമയം കുറഞ്ഞു. ക്ഷേത്രം എന്ന വാക്കിന് അർത്ഥം എന്താണ് എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. നിങ്ങളും വേണ്ടതുള്ളത് എഴുതി വയ്ക്കാം. കാരണം ഇതൊന്നും ഈ ഉള്ളവൻ പറയുന്നതല്ല, ആവശ്യമായി ഗ്രന്ഥങ്ങൾ പറഞ്ഞതാണ്. അത് എഴുതി വയ്ക്കുന്നതിൽ തെറ്റില്ല. ക്ഷേത്രം എന്ന വാക്കിന് രാവിലെ കേശവപാട് കുര്യാനിപ്പുറം സംഗതി വെച്ചാൽ ഒരു വീർത്തി പറഞ്ഞ് നമ്മൾ കേട്ടു. ക്ഷേത്രത്തിൽ നിന്ന് പ്രാണനം ചെയ്യുന്നവർ അതൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. ക്ഷേത്രം എന്ന വാക്കിന് നമ്മൾക്ക് ആവശ്യമുള്ളത് ഒറ്റ വാക്കാണ്. ക്ഷേത്രം സമം ശരീരം. ഇത് മാത്രമേ നമുക്ക് ഇവിടെ വേണ്ടുള്ളൂ. ക്ഷേത്രം സമം എല്ലാം ചെയ്യാം. ക്ഷേത്രം സമം നിങ്ങൾ പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ. മറ്റുള്ളവർ വന്ന് പോണ പോലെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ക്ഷേത്രം സമം ശരീരം. എനിക്കിങ്ങനെ കേട്ടാലേ പറ്റുള്ളൂ. കാരണം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ശീലമുള്ളതുകൊണ്ട് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് തലത്തിൽ തിരിച്ച് പറഞ്ഞില്ലാത്ത അടുത്തവർ വരികയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ തമ്മിലുള്ള പ്രായത്തിന്റെ അന്തരങ്ങൾ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ നിങ്ങളെ ആരെയും ഉപദേശിക്കാനോ പഠിപ്പിക്കാനോ എനിക്ക് ശീലമില്ല, അറിയില്ല. അതൊരു അതിഥിനായ പ്രകടനമല്ല. മറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ശരീരബോധമൊക്കെ മാറ്റി വെച്ചിട്ട് ശാസ്ത്രം മാത്രം പഠിച്ചും കേട്ട് മുന്നോട്ട് പോകണം. അതിലൊക്കെ പറയുന്നത്. അപ്പൊ ക്ഷേത്രശ്രമം ശരീരം. എന്തിനു വേണ്ടിയാണ് ക്ഷേത്രങ്ങളുടെ പ്രാർത്ഥന സംസ്കാരത്തിൽ ബോധസ്ഥിതികൾ സ്ഥാപിച്ചത്? പണ്ട് ഇന്നത്തെ കാലത്ത് പോലെ ക്ഷേത്രങ്ങൾ പാരമ്പര്യമായിരുന്നില്ല. മാത്രമല്ല, അവരെല്ലാവരും തന്നെ ക്ഷേത്രം സംസ്ഥാപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തിരുന്നു. ഭാരതീയമായിരിക്കുന്ന സംസ്കാര പൈതൃകം പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ടിപ്പു സുൽത്താന്റെയോ അല്ലെങ്കിൽ സമാനമായിരിക്കുന്ന പടയോട്ടങ്ങളോ ഒന്നിലധികം പ്രാവശ്യം കേരളീയ ഭാരതീയ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു. ഇത്രയധികം ആടിക്കൊണ്ടുപോകാൻ എന്ത് സ്വത്താണ്
കേരളത്തിലെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു എന്ന ചോദ്യം ഇനി ഒരു മലയാളിയും ആവർത്തിക്കില്ല. പണ്ടൊക്കെ പ്രഭാഷണം പറയുന്ന സമയത്തോ പറഞ്ഞു കൊടുക്കാൻ കഷ്ടപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിൽ സ്വത്തുണ്ട്, ഇപ്പോ പറയുന്ന ആവശ്യമില്ല, പത്മനാഭസ്വാമി ക്ഷേത്ര പ്രഭാഷണം എന്ന് മാത്രം പറഞ്ഞാൽ എത്ര പ്രാവശ്യം പടയോട്ടം നടത്തിയിട്ടും തീർന്നു പോവാത്ത അനർത്ഥങ്ങളായ സ്വത്തുക്കൾ ക്ഷേത്രത്തിൽ എന്തിനു സമ്പാദിച്ചു വെച്ചു എന്ന ചോദ്യം ബാക്കിയാവുന്നു. റാഷണലായിട്ട് ചിന്തിച്ചാൽ, സയന്റിഫിക്കായിട്ട് ചിന്തിച്ചാൽ അനന്തരമുണ്ട്. പൂർവ്വകാല ചരിത്രം നോക്കിയാൽ ഒരു ക്ഷേത്രം സംസ്ഥാപിതമാകുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മഹാനന്മാർ ചിന്തിച്ചതും ഒരു കാര്യം മാത്രമാണ്. വെറുതെ ഒരു ക്ഷേത്രം സ്ഥാപിച്ച് അവിടെ എവിടെയെങ്കിലുമൊക്കെ പൂജ നടന്നോളും എന്നല്ലാതെ തീരുമാനിച്ചത് വരാതിരിക്കുന്ന ഒരു 500 വർഷക്കാലത്തേക്ക് ഒരു നേരം പോലും അവിടെ പൂജ മുടങ്ങാതിരിക്കാനുള്ള അനർത്ഥങ്ങളായ സംവിധാനങ്ങൾ ചെയ്തിട്ടാണ് ക്ഷേത്രാരാധന തുടങ്ങിയത്. അത്ര ഉദാത്തമായ പൈതൃകമാണ് ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്. ഏതായാലും ക്ഷേത്ര പരിചയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ക്ഷേത്രം പ്രതിഷ്ഠിതമാവേണ്ടത്? ഇത് നമ്മൾ റെഫർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റുകൾ ആദ്യം പറയാം. അത് ജിജ്ഞാസുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ഷേത്ര സംസ്കാരത്തെ പറ്റിയോ ഭാരതീയ തന്ത്രത്തെ പറ്റിയോ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ക്ഷേത്ര പ്രതിഷ്ഠയെ പറ്റി ഒതന്റിക്കായി ഭാരതത്തിലുള്ള ടെക്സ്റ്റ് പദ്ധതി, അതിന്റെ പേരാണ് ഓർത്തിരിക്കുന്നത്, നല്ലതാണ്. ഈശാന ഗുരുദേവ പദ്ധതി എന്നാണ് ടെക്സ്റ്റിന്റെ പേര്. ഈശാന ശിവഗുരുദേവൻ എന്ന മഹാപ്രഭുവാണ് ഈശാന ശിവഗുരുദേവ പദ്ധതി എന്ന ടെക്സ്റ്റിന് ആധാരമായത്. 4 വോളിയംസിലായിരിക്കുന്ന ടെക്സ്റ്റ് വാരണാസിയിൽ നിന്ന് പ്രസിദ്ധീകൃതമാകുന്ന സൗകാമ പബ്ലിഷേഴ്സിന്റെ ലഭ്യമാണ്. വളരെ പ്രൗഢമായ ഒരു അവതാരികയോട് കൂടിയിട്ട് പദ്ധതി എന്ന സമ്പ്രദായത്തിൽപ്പെട്ട മറ്റൊരു ടെക്സ്റ്റും തന്നെ ക്ഷേത്രതന്ത്രത്തിൽ ഇന്ന് വരെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തത് പ്രതിഷ്ഠാ മഹോദതി എന്ന ടെക്സ്റ്റാണ്. ഈശാന ഗുരുദേവ പദ്ധതി, പ്രതിഷ്ഠാ മഹോദതി. ഇന്ന് നമ്മളെല്ലാവരും അനുവർത്തിച്ചു വരുന്ന ക്ഷേത്ര പൂജ, പാട്ടുകാർ നമ്മെ പൂജിക്കുന്നത് മണ്ഡപത്തിലെ പൂജ, സാധാരണ രീതിയിലുള്ള പൂജ, ഈ പൂജകളെല്ലാം തന്നെ അനുവർത്തിക്കുന്നത് മറ്റൊരു ടെക്സ്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ്. പരശുരാമ കൽപ്പസൂത്രം എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. പരശുരാമ കൽപ്പസൂത്രം, പരശുരാമകൃതമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കുറെ കൂടെ ലളിതമാക്കപ്പെട്ട പഞ്ചോപചാര പൂജ എന്ന സമ്പ്രദായത്തിലേക്ക് തന്ത്രം വഴിമാറ്റപ്പെട്ടപ്പോൾ അതിന് ഉപോത്പരകമായ മറ്റൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് നിത്യോത്സവം. അത് പരശുരാമ ശിഷ്യനായ ഉമാനന്ദ ദത്തനാഥനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മന്ത്രശാസ്ത്രത്തിന്റെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന മറ്റൊരു ടെക്സ്റ്റ് ഉണ്ട്. ഈ പറയുന്ന ടെക്സ്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു ടെക്സ്റ്റ് ഉണ്ട്, അതിന്റെ പേരാണ് മന്ത്ര മഹാർണവം. മന്ത്രശാസ്ത്രത്തിന്റെ എൻസൈക്ലോപീഡിയ, മന്ത്ര മഹാർണവം, മന്ത്ര മഹോദതി എന്ന മറ്റൊരു ടെക്സ്റ്റ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ തന്ത്രശാസ്ത്രത്തിന്റെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്നത് കാശ്മീരി ശൈലനായ അഭിനവബുദ്ധനാൽ രചിതമായ തന്ത്രാലോകം എന്ന ടെക്സ്റ്റാണ്. പിന്നെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്സ്റ്റുകൾ: 1 അംശുമതി ആഗമം, 2 വൈധാന സാഗമം, 3 മൃഗേന്ദ്രാഗമം, 4 അജിതാഗമം. ഈ 4 ആഗമങ്ങളാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നവർ ബോധിക്കേണ്ടത്. മലയാളത്തിൽ ഇതിനെല്ലാം കൂടുതൽ ക്രോഡീകരണം ഉണ്ടായിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് മന്ത്രസമുച്ചയം, മന്ത്രമഹോദതി, വിഷ്ണു സംഹിത, വിമാനാർച്ചന കൽപ്പം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് തന്ത്രസമുച്ചയം ഉണ്ടായി. ഈ അടുത്ത കാലത്ത് ക്ഷേത്ര തന്ത്ര ക്രിയാ പദ്ധതി എന്ന പേരിൽ ശ്രീപുരം എന്ന് പറയുന്ന താന്ത്രിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കാരണം ശ്രീധരന്റെ വകയായി മറ്റൊരു പ്രൗഢമായ പുസ്തകവും കേരളത്തിൽ, അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകം. അത് വളരെ ഗംഭീരമാണ്, പ്രൗഢമാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ റെഫർ ചെയ്യേണ്ട പുസ്തകങ്ങൾ. അത് ജിജ്ഞാസുക്കൾക്ക് വേണ്ടി നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇനി എങ്ങനെയാണ് ഒരു ക്ഷേത്രം സ്ഥാപിതമാകുന്നത്? അതിന്റെ ആദ്യത്തെ ക്രേറ്റ് പറയുന്ന പേരാണ്, എഴുതി വയ്ക്കുന്നതിന് നമ്പറിട്ട് എഴുതി വയ്ക്കാം. 1ാമത്തെ ക്രേറ്റിയുടെ പേരാണ് ആചാര്യ വരണം. എന്താ പറയാ?
ആചാര്യവരണം. എന്താ ആചാര്യവരണം? ആരെയാണ് ആചാര്യൻ എന്ന് പറയുക? നമ്മൾ സാധാരണ പറയാറുള്ളത് ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന ആളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ പറയാ? തന്ത്രി എന്ന് പറയും. യഥാർത്ഥത്തിൽ തന്ത്രി എന്നൊരു പദം മലയാളത്തിലോ സംസ്കൃതത്തിലോ ഇല്ല. ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന ആളെ തന്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പേരാണ് ആചാര്യൻ എന്ന പേര്. ആരായിരിക്കണം ആചാര്യൻ എന്ന് പറയുന്നത് അനുഷ്ഠാന പ്രകാശം എന്ന തന്ത്രഗ്രന്ഥത്തില് നമ്മുടെ ഭാഷയിൽ നമ്മളിപ്പോ പറയുന്ന തന്ത്രി ആചാര്യൻ ആരായിരിക്കണം? ഒന്ന്, നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കണം. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ആൾ എന്ന് അവിടെ അർത്ഥമില്ല. ഏകപത്നി വ്രതം ഒരു ബ്രഹ്മചര്യമാണ്. ബാക്കി നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കുക. രണ്ട്, കൃത്യമായി ദീക്ഷ പൂർണ്ണ ദീക്ഷിതനാവണം. അതായത് ഏതെങ്കിലും ഉത്തമനായ ബഹുവിധങ്ങളായ സമ്പ്രദായങ്ങൾ അറിയാവുന്ന ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് പൂർണ്ണ ദീക്ഷ സ്വീകരിക്കണം എന്ന് തന്ത്രത്തിന്റെ നിയമം. കഷ്ടകാലം എന്ന് പറയട്ടെ, കേരളത്തിൽ തന്ത്ര സമുച്ചയത്തിന്റെ വരവിന് ശേഷം ദീക്ഷ എന്ന പദത്തിന് പ്രാധാന്യം ഇല്ലാതായി പോയി. അത് ഒരു നഗ്ന സത്യമായി അവശേഷിക്കുന്നു. ദീക്ഷ എന്ന് പറഞ്ഞാൽ പല ക്രമത്തിലുണ്ട്, പല സമ്പ്രദായത്തിലുണ്ട്. അത് തൽക്കാലത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ദേവി ഭാഗവതത്തിലെ അവസാന ദിവസം മന്ത്രദീക്ഷ എന്താണെന്ന് ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സമയത്ത് അതിന് നേരിട്ടരായവർ അതിനെപ്പറ്റി പറയും. അങ്ങനെ ദീക്ഷിതനായ ആചാര്യൻ ഗായത്രി, സന്ധ്യാവന്തനം എന്നിവ കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളാണ്. അഗ്നി യജനം ചെയ്യുന്ന ആളാണ് നിത്യേന. അഗ്നി 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ അഗ്നിയുടെ പേരാണ് ഗാർഹപത്യാഗ്നി, രണ്ടാമത്തെ അഗ്നിയുടെ പേരാണ് ദക്ഷിണാഗ്നി, മൂന്നാമത്തത് ആവഹനീയാഗ്നി. ഗാർഹപത്യം, ആവഹനീയം, ദക്ഷിണ. ഇതിൽ ഏതെങ്കിലും ഒരു അഗ്നിയെ നിത്യേന ജ്വലിപ്പിക്കുന്ന ആളാവണം ആചാര്യൻ എന്ന നിയമം. സംസ്കൃത ഭാഷ അറിയാതെ ഈ രംഗത്ത് കാര്യഗ്രഹണം സാധ്യമല്ല. അതും ഇക്കൂട്ടത്തിൽ പെടുന്നതാണ്. ഇങ്ങനെയുള്ള തപസ്വിയായ ആചാര്യന് സ്വന്തം ശരീരത്തെ കാണണേ. കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിയെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വശരീരത്തിൽ നിന്ന് ഉദ്ധാവനം ചെയ്യാൻ സാധിക്കുന്നവരാണ്. അതൊക്കെ എന്താണ് പറയുന്നത് മനസ്സിലാക്കാം. വളരെ കൂടുതലാണ് പോണത്, സമയം ഉള്ളൂ. ഇത് ആചാര്യ ലക്ഷണം. അങ്ങനെ ഉത്തമനായ ആചാര്യനെ കണ്ടുപിടിച്ചാൽ അടുത്തതായി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ചെയ്യുന്ന കർമ്മ പദ്ധതിയുടെ പേരാണ് ഭൂപരീക്ഷ. എന്താ പറയാ? ഭൂപരീക്ഷ. ഭൂ എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷ എന്ന് പറഞ്ഞാലോ എക്സാമ്പിൾ പരീക്ഷ. പരിശോധിച്ചറിയുന്നതാണ് പരീക്ഷകളുടെ അർത്ഥം. എന്തിനാ പരിശോധിക്കുന്നത്? ഭൂമിയെ. അതായത് കാണുന്ന എല്ലാ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്ഷേത്രം വയ്ക്കാൻ പറ്റില്ല. അതൊരു നിയമങ്ങളുണ്ട്. തന്ത്രശാസ്ത്രത്തിന്റെ നിയമപ്രകാരം ഭൂമി 4 തരത്തിലുണ്ട്. ഒന്നാമത്തെ ഭൂമിക്ക് പറയുന്ന പേരാണ് സുപത്മ. ഓർത്ത് എഴുതിയ സുപത്മ. രണ്ടാമത്തെ ഭൂമിക്ക് പറയുന്ന പേരാണ് സുഭദ്ര. മൂന്നാമത്തെ ഭൂമിക്ക് പറയുന്ന പേരാണ് പൂർണ്ണ. നാലാമത്തെ ഭൂമിക്ക് പറയുന്ന പേരാണ് ധൂമ. ഓർമ്മ പറയാം. ആദ്യത്തത് സുപത്മ, അടുത്തത് സുഭദ്ര, അടുത്തത് പൂർണ്ണ, അടുത്തത് ധൂമ. എന്താ ഈ തരത്തിലുള്ള കാരണം? അത് പറയുന്നുണ്ട്. സുപത്മ എന്ന ഭൂമിയുടെ ക്വാളിറ്റീസ് എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഭൂമിയിൽ കാണുന്ന വൃക്ഷങ്ങളുടെ സാന്നിധ്യം ആല, അരയാല, അത്തി, ഇത്തി, പൂവരശ, എലഞ്ഞി ഇത്യാദി വൃക്ഷങ്ങളൊക്കെ ആ മണ്ണിലുണ്ടാകും. ആ മണ്ണിന് സ്നിഗ്ധമായ രുചി ഉണ്ടാകും. പൂജയ്ക്കെടുക്കാവുന്ന പുഷ്പങ്ങളാണ് ആ മണ്ണിൽ വളരുന്നത്. അങ്ങനെ ഒരു പ്രമാണമുണ്ട്. പൂജയ്ക്ക് എല്ലാ പുഷ്പങ്ങളും ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളിവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ, അതായത് ഈ എന്താ പറയുക,
ജമന്തി ബന്ദി ജമന്തി എന്ന് പറയും. ആ സാധനം പൂജയ്ക്ക് എടുക്കാൻ പറ്റില്ല. മറ്റൊക്കെ പറഞ്ഞാൽ നമ്മളെ കമ്മിറ്റിക്കാരെ ഓടിക്കും. കാരണം ഇപ്പൊ തമിഴത്ത് സഹായിക്കുന്നവരാണ് നമ്മുടെ അമ്പലത്തിൽ പൂജ നടത്തുന്നത് പോലും. ആരെയും പൂജയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. പണ്ട് ലോകം തീരുമാനിക്കില്ല. കാരണം ഗന്ധമില്ലാത്ത പൂജയ്ക്ക് എടുക്കാൻ പറ്റില്ല. രൂക്ഷ ഗന്ധമുള്ളവരെയും പൂജയ്ക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പുഷ്പങ്ങളില്ല ഈ പറയുന്ന ബന്ദി ജമന്തി ഇത്യാദി പുഷ്പങ്ങളൊന്നും മല്ലികയ്ക്ക് ഗന്ധമില്ല. അത് പൂജയ്ക്ക് യോഗ്യല്ല. പൂജയ്ക്ക് പറ്റിയ പുഷ്പങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവയാണ്. തുളസി നല്ലതാണ്, പൂവളത്തിന്റെ ഇല നല്ലതാണ്, തെച്ചി നല്ലതാണ്, മന്ദാരം നല്ലതാണ്, മന്ദിയാവട്ടം നല്ലതാണ്, നീലശങ്ക പുഷ്പം നല്ലതാണ്. ഇനി വേറെയുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല. വിഷ്ണു പൂജയ്ക്ക് ഏറ്റവും നല്ല ഒന്നാണ് തുളസി. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള സാധനങ്ങൾ നെല്ലിയുടെ ഇല. നെല്ലി പറഞ്ഞില്ല, നെല്ലിക്ക പറയാം, നെല്ലി പറയാം. ആ നെല്ലിയുടെ ഇല അതുകൊണ്ട് മാല ഇട്ട് വിഷ്ണുവിന് ചാർത്തിയാൽ എന്തും സാധിക്കുന്ന വളരെ വേഗത്തിൽ. അതേപോലെ തന്നെ നെല്ലിക്ക വിഷ്ണുവിന് നിവേദിക്കാൻ ഏറ്റവും നല്ലതാണ്. കൃഷ്ണൻ നെല്ലിക്ക കൊടുത്താൽ പൂർവ്വം നെല്ലിക്ക കൊടുത്താണ് കൃഷ്ണൻ അയക്കിയതെന്ന് തോന്നി. അതേപോലെ തന്നെ പൂജയ്ക്ക് വളരെ യോഗ്യമായ മറ്റൊരു പുഷ്പമുണ്ട്. ദേവീ പൂജയ്ക്ക് വളരെ ശ്രേഷ്ഠമായ മറ്റൊരു പുഷ്പമാണ് ചാമ്പങ്ങയുടെ പൂവ്. ചാമ്പയ്ക്ക എന്ന് പറയുന്നത് സോമാനത്തിൽ വലിയ ചാമ്പയുണ്ട്, ചെറിയ ചാമ്പയുണ്ട്. ഏതായാലും ശരി, എന്താണ് പ്രമാണം നമ്മൾ തിരിച്ചു വെച്ചാൽ പ്രമാണമുണ്ട്. ലളിതാം പ്രമാണത്തിൽ പറയും ചാമ്പേര കുസുമപ്രിയ. ചാമ്പങ്ങയുടെ പൂവുകൊണ്ട് ദേവിക്ക് മാല കെട്ടിക്കൊടുത്താൽ വളരെ ക്ഷേമമാണ്. ചാമ്പഞ്ഞ കുറച്ച് പരസ്പര ദേവിയുടെ നടക്കി കൊണ്ട് കഴിച്ചിട്ട് വെറുതെ പ്രാർത്ഥിച്ചാൽ മതി, ഏത് ആഗ്രഹവും സാധിക്കുന്നതാണ്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. ടിപ്സ് അതിപ്പോ നമുക്ക് സമയമോ സന്ദർഭമോ അല്ല. തൽക്കാലം നമുക്കത് അവിടെ നിർത്താം. ഇത്തരം വൃക്ഷങ്ങളുടെ സാന്നിധ്യം എവിടെ ഉണ്ടാവും? ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഭൂമി ഏതാണ്? സുപത്മ എന്ന ഭൂമിയിലുണ്ടാവും. ആ ഭൂമി പ്രതിഷ്ഠയ്ക്ക് യോഗ്യമാണ്. ഇതൊരു പ്രത്യേകത എന്താണെന്ന് മണ്ണിന് അസിഡിറ്റിക്കായ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് അമ്ലഗുണ ക്ഷാരഗുണം. അമ്ലക്ഷാര ഗുണങ്ങൾ ബാലൻസ്ഡ് ആയ ഭൂമിയാണ് ഏത് ഭൂമി? സുപർണ. അത് സ്കൂളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അമ്ലക്ഷാര ഗുണങ്ങൾ ഈ പാടത്തൊക്കെ കുമ്മായി മറന്നാലാണ് കൃഷിക്കാരൻ. അതിന് വേണ്ടി അത് അമ്ലഗുണം കുറയ്ക്കാനാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭൂമിക്ക് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അമ്ലഗുണം കുറച്ച് കൂടുതലായിരിക്കും. ഈ ക്വാളിറ്റി പ്രകാരമുണ്ട്, അതും പ്രതിഷ്ഠയ്ക്ക് യോഗ്യമാണ്. മൂന്നാമത്തെ ഭൂമി പ്രതിഷ്ഠയ്ക്ക് 100% യോഗ്യമാണ് പൂർണ്ണ. പക്ഷെ 100% എന്നുള്ള ഒന്നിനെ പ്രാവർത്തികമാക്കാൻ പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ടത് ലഭ്യമാവാറുമില്ല. ഇനി അടുത്തത് ഭൂമ നിഷിദ്ധമായ ഭൂമിയാണ്. ആ ഭൂമിയിൽ അമ്ലക്ഷാരം ഒന്നെങ്കിൽ ഈ പോയിന്റിലാവും, ഏറ്റവും ടോപ്പിലാവും. ഇല്ലെങ്കിൽ ഗുണങ്ങളില്ലാത്ത ഭൂമി, കറുത്ത കട്ട പിടിച്ച കുറുക്കൻ, ക്രോഷ്ടാവ്, കുറുനരി, അതുപോലെ എലി ഇത്യാദി ജീവികളൊക്കെ വിഭജിക്കും അവിടെ. അതുപോലെ അവിടെ വൃക്ഷങ്ങൾ പലതും, കാഞ്ഞിരത്തിന്റെ വൃക്ഷം, അതേപോലെ തന്നെ ശൈല ഇത്യാദി വൃക്ഷങ്ങളൊക്കെ കാണും. ഇവിടെ ഒരു സെക്കൻഡ് പറയാതെ പോയാൽ അഗാധമാകും. ഈ പറഞ്ഞതിനർത്ഥം കാഞ്ഞിരമോ ശൈലോ വീട്ടിലുണ്ടെങ്കിൽ വെട്ടിക്കളയണമെന്നല്ല. അങ്ങനെ ഒരു കഥത്തിൽ കഴിയുമ്പോൾ വന്ന് ചോദിക്കും, അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ കാഞ്ഞിരം വെട്ടണ്ട, കാഞ്ഞിരവും ശൈലും വെട്ടാനല്ലത് പറഞ്ഞത്. കാഞ്ഞിരമോ ശൈലോ കൊള്ളരുതാത്ത വൃക്ഷങ്ങളല്ല. ഭാരതീയ സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ അപകടങ്ങൾ കേരളത്തിലൊക്കെ സഞ്ചരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊച്ചവാന്നാണ് പറയാം, കാവ്. ആ കാവ് എല്ലാ വീടിന്റെ പിന്നാമ്പുറത്തും അല്ലെങ്കിൽ വശങ്ങളിലും ഉണ്ടായിരുന്നു. ആ കാവ് എന്ന് പറയുന്നത് ബയോളജിക്കൽ സിസ്റ്റമാണ്, എക്കോ സിസ്റ്റമായിരുന്നു. അതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു മൂർത്തിയോ അല്ലെങ്കിൽ അമൂർത്തമായ സങ്കല്പങ്ങളോ ഉണ്ടായിരുന്നു. അതിൽ വൃക്ഷലതാദികളുണ്ടായിരുന്നു. ചൂരൽക്കാടുകളും അപ്പുറത്ത് ചേരും കാഞ്ഞിരവും നട്ടും പിടിപ്പിച്ചിരുന്നു പണ്ടുള്ളത്. ചെറിയ കുട്ടികളോട് പറയും, മക്കളെ നിങ്ങൾ കളിക്കുമ്പോൾ ആ ചൂരൽക്കാടിനപ്പുറത്തേക്ക് പോകരുത് എന്നവർ പറയുമായിരുന്നു. ഇവിടെ നമ്മുടെ മണ്ണ് നശിച്ചു, നമ്മുടെ നാട് കുറിഞ്ഞു. എന്ത് കാരണം? കൃഷി ചെയ്താലാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രുചിയില്ലാത്ത ഭക്ഷണങ്ങളാണ് കിട്ടുന്നത്. നെല്ലിന് ഗുണമില്ല. കപ്പയോ കിഴങ്ങോ കാപ്പിലോ തേങ്ങോ കൃഷി ചെയ്താൽ അവയെല്ലാം തന്നെ അപഹരിച്ചു പോകുന്നു. കയ്പാണ് കപ്പയ്ക്ക് കൂടുതൽ. കപ്പ എടുത്തുകൊള്ളണമെന്നില്ല. അപ്പൊ ഈ കപ്പ എന്ന് പറയുന്നതാണ് ഇപ്പൊ പരിസര ഹോട്ടലിലെ കപ്പ കിട്ടാനുള്ളത്. കിട്ടാനില്ല.
അപ്പൊ എന്നാൽ ഈ കപ്പ എന്ന് പറയുന്ന സാധനം ചക്കയ്ക്ക് വളർന്നു വീണ്ടോ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം ആലോചിച്ച് നോക്കുക. ഈ വൃക്ഷങ്ങളെ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. അതായത് ചെയ്തും കാന്തിയും ഒക്കെ ചെയ്തിരിക്കുന്ന മഹത്വപൂർണമായ സേവനം ഭാരതീയം മറന്നുപോയി. ആധുനിക സയൻസ് പഠിക്കണം, ആധുനിക ശാസ്ത്രവും പഠിക്കണം. പക്ഷെ അത് അപകടത്തിലുള്ള വഴിയാണ് വരുന്നത്. ശാസ്ത്രജ്ഞാനത്തിന്റെ അഭാവത്തിൽ പൂർവ്വധുനികളായിരിക്കുന്നത് ചെയ്തു വെച്ചിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമായ ചിന്തിക്കാനുള്ള പാരമ്പര്യം നമുക്കുണ്ടാകണം. എത്ര സയന്റിഫിക്കാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. ചെയ്യലും കാണിച്ചതും ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ വൃക്ഷായുർവേദം നോക്കണം. വൃക്ഷായുർവേദത്തിൽ പറയും, അതായത് ഈ പറയുന്ന മണ്ണിലടങ്ങിയിരിക്കുന്ന ടിൻ, ലെഡ് തുടങ്ങിയിരിക്കുന്ന ഘനത്വപൂർണ്ണമായിരിക്കുന്ന മൂലകങ്ങളെ മുഴുവനും ചെയ്യലും കാണിച്ചതും നമ്മുടെ മണ്ണിൽ നിന്ന് വലിച്ച് അവയുടെ ക്രിയാപകടങ്ങളിൽ ശേഖരിച്ച് വെച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളും വിഷമില്ലാത്ത ഭക്ഷണം കണ്ട് കഴിച്ചത്. എത്ര അപാരമായ സേവനങ്ങളാണ് അവർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. വൃക്ഷായുർവേദത്തിന്റെ പല നിയമങ്ങളുണ്ട്. അതായത് വടക്കോട്ട് പോകുന്ന കാഞ്ഞിരത്തിന്റെ വേര് കണ്ടുപിടിച്ച് ആ വടക്കോട്ട് പോകുന്ന കാഞ്ഞിരത്തിന്റെ വേരിന്റെ അറ്റം കെട്ടി കൂർപ്പിക്കണം. കാഞ്ഞിരത്തിന് രണ്ട് കാലങ്ങളുണ്ട്. ഇല പൊഴിക്കുന്ന കാലവും തളർത്തുന്ന കാലവും. കണ്ടിട്ടുണ്ടാവും. ഇല പൊഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇല പൊഴിക്കും. തളർത്തുമ്പോൾ നല്ല ഭംഗിയാണ്. ചുവന്ന റോസ് തരത്തിലുള്ള ഇല കാണാൻ പറ്റും. ആ ഇല പൊഴിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ വടക്കോട്ട് പോകുന്ന കാഞ്ഞിരത്തിന്റെ വേര് കണ്ടുപിടിച്ച് അതിന്റെ അറ്റം കെട്ടി കൂർപ്പിച്ച് അവിടെ സത്യ എന്ന നിറച്ച ഒരു കുപ്പി ഈ കാഞ്ഞിരത്തിന്റെ അറ്റത്തുള്ള ആ വേരിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് മണ്ണിട്ട് മൂടുക. 15 ദിവസം കഴിയുമ്പോൾ ഈ ഇല പൊഴിക്കുന്ന കാഞ്ഞിരം പൂർണ്ണമായും ഇല പൊഴിക്കലിന് വിധേയമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പോയി മണ്ണ് മാറ്റി നോക്കുക. ഒരൊറ്റ തുള്ളി എണ്ണ അവിടെ അവശേഷിക്കില്ല. അതൊക്കെ ആ വേര് വലിച്ചെടുക്കും. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞാൽ കാഞ്ഞിരം തളർത്തും. തളർത്ത ഇലകൾ തളരിട്ട ഇളം റോസ് നിറമായി വീണ്ടും അത് പച്ച നിറത്തിലേക്ക് വഴിമാറ്റപ്പെടുമ്പോൾ വീണ്ടും മണ്ണ് മാറ്റി നോക്കുക. പോയ എണ്ണ ഒരു ഇളം ചുവന്ന കളറോട് കൂടി തിരിച്ചു വന്നിട്ടുണ്ടാകും. ആ കുപ്പി തുളുമ്പും. അങ്ങനെ കാഞ്ഞിരത്തിന്റെ ക്രിയാപഠനങ്ങളിലൂടെ കയറ്റി കിടക്കപ്പെട്ട എണ്ണ ആയുർവേദത്തിന്റെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രധാനപ്പെട്ട ശുശ്രൂഷകൾക്ക് കണ്ട ഔഷധമായിരുന്നു. അതുപോലെ തേയില കയറ്റി കിടക്കിയ എണ്ണ ഈ തേയില ആരെ കത്തിച്ചാൽ ആ ഔഷധം, ആ വിഷത്തിൽ നിന്ന് മാറാനുള്ള ഔഷധവും അതായിരുന്നു. അതുകൊണ്ട് ആ വൃക്ഷങ്ങൾ മാത്രമാണല്ല, ഭൂമറായ ഭൂമിയിൽ പ്രതിഷ്ഠ നടത്തുന്നത് കൊണ്ട് അത്തരം ഭൂമികൾ നമ്മൾ തെരഞ്ഞെടുക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ പറഞ്ഞതൊന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. പ്രതിഷ്ഠയുടെ ആദ്യത്തെ നടക്കുന്ന പേര് ആചാര്യവർമ്മ. ആചാര്യന്റെ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. അടുത്തത് ഭൂപരീക്ഷ. ഭൂമി 4 വിധത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സുഭദ്മ, സുഭദ്ര, പൂർണ്ണ, ധൂമ്ര. പ്രതിഷ്ഠയ്ക്ക് യോഗ്യമായ ഭൂമികൾ 2 സുഭദ്ര, സുഭദ്മ. പൂർണ്ണമായും യോഗ്യമായ ഭൂമി പൂർണ്ണ, അത് കിട്ടാനില്ല. ധൂമ്ര എന്ന ഭൂമി പ്രതിഷ്ഠയ്ക്ക് അയോഗ്യമാണ്. ഇനി അങ്ങനെ ഭൂമി നിർണയിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യുന്ന ചടങ്ങുണ്ട്. അതിന്റെ പേരാണ് കർഷണം. കർഷണമല്ല, കർഷണം. കവർത്തത്തിന്റെ ആദ്യത്തെ കർഷണം. എന്താ കർഷണം എന്ന് പറഞ്ഞാൽ മുഖം വെക്കാത്ത 2 കാളകളെ കൊണ്ടുവന്ന് പുതിയതായി മുഖം വെച്ച് അതിനൊക്കെ പൂജകളുണ്ട്. സദ്യോജാതനങ്ങൾ പൂജിക്കണം, മരത്തിന് പ്രത്യേക കണക്കുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യമില്ല. ആ കലപ്പ വെച്ച് ആ നിലം മുഴുവൻ ഉള്ളു മറിച്ച് അവിടെ ധാന്യങ്ങൾ വിളയും. ആ മുളപൊട്ടി വരുന്ന ധാന്യങ്ങളെ കാണുമ്പോൾ ആചാര്യൻ അറിയാം ഇതെവിടെ ചെന്ന് നിൽക്കുന്നുള്ളത്. അതിനിടയിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഈ ഭൂപരീക്ഷ ചെയ്ത ഭൂമി നിർണയിച്ച രാത്രിയിൽ ഒരു മൺചരാത്, അതിന്റെ കണക്കൊക്കെ ഉള്ള പ്രദേശത്തിന്റെ ദിക്കുകളൊക്കെ വെച്ചിട്ട് ആ മൺചരാതുകൾ കത്തിച്ചു വെച്ച് കലം കൊണ്ട് മൺചരാതുകൾ മൂടും. അങ്ങനെ മൂടാൻ പെട്ട 1 മണിക്കൂർ ദൈവത്തെ മൂല ലോകം, അതായത് ലോകമല്ല മൂല മന്ത്രം ധരിച്ചുകൊണ്ട് കലത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രി കലം മാറ്റിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയെങ്കിലും അവിടെ ശേഷിക്കുന്നില്ലെങ്കിൽ ആ ഭൂമി അയോഗ്യമായി പ്രഖ്യാപിക്കും. അങ്ങനെയൊക്കെ സങ്കീർണങ്ങളായ കർമ്മങ്ങൾ വേറെയില്ല. തൽക്കാലം നമ്മളത് സ്കിപ്പ് ചെയ്യുന്നു. ക്ലോക്ക് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട്. ഇനി അടുത്തത് ശ്രദ്ധിച്ചു നോക്കൂ. കർഷണത്തിലൂടെ ആ വിത്തുകൾ വിതയ്ക്കപ്പെട്ട പൊങ്ങി വരുന്ന ബീജം, അതിന്റെ കരുത്ത്, അതിന്റെ ധർമ്മം നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പ്രതിഷ്ഠ നടത്തിയാൽ എങ്ങനെയൊക്കെ വരുമെന്ന് ആചാര്യന്മാരെ ബോധിക്കും. അങ്ങനെ കർഷണം ചെയ്ത ആ ഭൂമി സംസ്കരിച്ച് അടുത്ത ചടങ്ങിലേക്ക് പ്രവേശിക്കും. അതിന് പറയുന്ന പേരാണ്, അടുത്ത ചടങ്ങിന്റെ പേരാണ് ഇഷ്ടകാന്യാസം
ഗർഭാന്യാസം. തെറ്റാതെ ഇഷ്ടകാന്യാസം, ഗർഭാന്യാസം. ഇവിടെ തൊട്ട് നമ്മൾ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ക്ഷേത്രം സമം ശരീരം. അതായത് ഏത് പ്രകാരത്തിലാണോ ഒരു മനുഷ്യ ശരീരത്തിന്റെ രൂപപ്രാപ്തി അക്ഷരമാരുടെ ഗർഭാധാന സംസ്കരണത്തിലൂടെ പരമപവിത്രമായിരിക്കുന്ന അമ്മയുടെ ഗർഭ ആധാന സംസ്കൃതിയിലേക്ക് ആ ശുക്ലചോദിതങ്ങൾ സംയോജിച്ചിട്ടുള്ള ഒരു സൈകോട്ട് രൂപാന്തരപ്പെട്ട അത് കാലാന്തരത്തിൽ കോശങ്ങളായി, കലകളായി, അവയവ സംഘാതങ്ങളായി ഒരു കുഞ്ഞ് ആ ബീജത്തിൽ രൂപം കൊള്ളുന്നത് എങ്ങനെയാണോ അതേ പ്രകാരത്തിലാണ് ഒരു ക്ഷേത്ര ദൈവന്റെ ജനനവും. വളരെ സൂക്ഷിച്ചു നോക്കേണ്ടതാണ്. അതായത് എവിടെയാണോ ശ്രീകോവിൽ, എവിടെയാണോ പ്രതിഷ്ഠിക്കേണ്ടത് അതിന് കൃത്യം ഭൂമിയിലെ പോയിന്റ് മനസ്സിലാവുന്നതോ ആ പ്രതിഷ്ഠ വയ്ക്കേണ്ടതിന്റെ കൃത്യം പോയിന്റ് ഭൂമിയിൽ അടയാളപ്പെടുത്തി അവിടെ ചതുരശ്ര ആകൃതിയിൽ ഒരു ആഴ്ചത്തിൽ ഒരു കുഴിയെടുക്കും. അതിനകത്ത് ഒരു കോപ്പർ മെറ്റൽ, ഒരു ചെറുപ്പ് മാത്രം ഇറക്കി വയ്ക്കും. എന്നിട്ട് അതിനകത്ത് പല സാധനങ്ങൾ കൊടുക്കും. സ്വർണം കൊണ്ടുള്ള ആമ, സ്വർണം കൊണ്ടുള്ള ഗത, സ്വർണം കൊണ്ടുള്ള ചക്രം, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, മരതകം എന്ന് വേണ്ട രത്നങ്ങളുടെ ഒരു ലിസ്റ്റ്. ഇനിയും ചില സാധനങ്ങൾ, പന്നിക്കുഴി, പന്നി കുത്തി ഇളക്കിയിരിക്കുന്ന കോഴി, എലി കുത്തി മറിച്ചിരിക്കുന്ന കോഴി, പർവ്വതത്തിലെ മണ്ണ, മതയാന കാട്ടിലെ മതപ്പൂത്ത് നടക്കുന്ന സമയത്ത് ആ മതയാന കൊമ്പ് പർവ്വതത്തിൽ തട്ടി ആ കൊമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് വേഗം കിട്ടും. ആണെങ്കിൽ എഴുത്തിരിച്ചവണം കൊണ്ട് നമുക്ക് ചോദിച്ചു. നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്ത് വിദ്യയാണ് പറയുന്നത്? ഇതാണോ ക്ഷേത്ര അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും? ഇതാണോ ക്ഷേത്രം? ഇവിടെ നമ്മളുടെ ബുദ്ധി എത്രത്തോളം വികലമാണെന്നും പണ്ടുള്ളവരുടെ ശാസ്ത്രജ്ഞാനം എത്ര അപാരമായിരുന്നെന്നും ചിന്തിച്ച പ്രാർത്ഥനന്മാര് അതുകൊണ്ട് സംസ്കൃതത്തിൽ എഴുതി വെച്ചു. നമ്മൾ അസംസ്കൃതന്മാരായതുകൊണ്ട് അത് മനസ്സിലാക്കില്ല. അസംസ്കൃതന്മാര് പറഞ്ഞോ മനസ്സിലായി പിടികിട്ടില്ല. വിദേശികൾ നമ്മൾ പറഞ്ഞു അവരെവിടെ വന്ന് സംസ്കൃതം പഠിച്ചു. ജോൺ കുട്രോസ് എന്ന പേര് ഭാരതീയ മറക്കാൻ പറ്റില്ല. ജർമ്മൻ പവർ, പ്രിൻസിപ്പൽസ് ഓഫ് തന്ത്ര, ജർമ്മൻ ഓഫ് മെത്തേഡ്സ് തുടങ്ങിയിരിക്കുന്ന വിഖ്യാതങ്ങളായ അനവധി